നമ്മുടെ സഭയിൽ ഒരു തിരുനാൾ, ഒരു ഓർമ്മ തിരുനാൾ നമ്മൾ കൊണ്ടാടുന്നുണ്ട്. അത് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളാണ്. ഈശോയുടെ ജനനത്തിനു ശേഷം അധികം താമസിയാതെ സംഭവിച്ച ഒരു കൂട്ടക്കുരുതിയുടെ ഓർമ്മയാണത്. ഈശോയെ വധിക്കാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ച ഹെറോദേസ് ഈ ശിശു തൻ്റെ അധികാരത്തിന് ഭീഷണിയാകുമെന്ന് കരുതി ആ ശിശുവിനെ ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ്, അതിൻ്റെ ഭാഗമായിട്ട് 2 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും, ഇസ്രായേലിലെ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വധിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ അനേകം ശിശുക്കൾ ബലികഴിക്കപ്പെട്ടു. അതിൻ്റെ ഓർമ്മ നമ്മളിന്ന് കൊണ്ടാടുകയാണ്. ഈശോയുടെ ആഗമനത്തിനു ശേഷം ആദ്യമായി ഈശോയ്ക്ക് വേണ്ടി ജീവൻ ബലികഴിക്കേണ്ടി വന്നവരാണ് ആ ശിശുക്കൾ. അവരായിരിക്കും ഈ പുതിയ ജനത്തിലെ ആദ്യത്തെ രക്തസാക്ഷികൾ. സ്വർഗത്തിൽ ആദ്യമായി പ്രവേശനം ലഭിച്ചവരും ആ കുഞ്ഞുങ്ങളായിരിക്കും, ആ ശിശുക്കൾ. അങ്ങനെ ഉണ്ണീശോയ്ക്ക് കുറേ കൂട്ടുകാരെ കിട്ടി. ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കരായ ആ കുഞ്ഞുങ്ങളുടെ ബലി അർപ്പണം അത് ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു. ആ ഓർമ്മ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് സഭ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ആഘോഷിക്കുന്നത്. ഈ ദിവസം തന്നെയാണ് ഇവിടെ ഈ ഇടവകയിൽ നിന്ന് 2 സഹോദരന്മാർ പുരോഹിതരായി അഭിഷേകം ചെയ്യപ്പെടുന്നത്. ഈ ഇടവക്കാരായ മാളിയേക്കൽ ജോർജും കടന്തോട്ട് ഐസക്കുമാണ് ഇപ്രകാരം പുതിയ ഈ പദവി സ്വീകരിക്കുന്നത്. അത്യുന്നതമായ ഒരു ദാനം, ഒരു പദവി, അതിവിശിഷ്ടമായ ഒരു ദാനം. അവരിൽ ഒരാൾ മാളിയേക്കൽ ജോർജ് സലേഷ്യൻ സഭാംഗമാണ്, സലേഷ്യൻ സന്യാസ സമൂഹത്തിലെ അംഗമാണ്. കടന്തോട്ട് ഐസക്ക് ദീപികാരുണ്യ സന്യാസ സമൂഹത്തിലെ ഒരംഗമാണ്. നമുക്ക് ഇതെല്ലാം ഈ 2 സന്യാസ സമൂഹങ്ങളെയും നന്നായിട്ട് അറിയാം, പരിചയമുണ്ട്. ദീപികാരുണ്യ സന്യാസ സമൂഹം ചുരുക്കപ്പേരിൽ MCBS എന്നാണ് അറിയപ്പെടുക. അത് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ആരംഭം കുറിച്ചതാണ്. ഈ അടുത്ത് ഇവിടെ നിന്ന് അധികം ദൂരെയല്ലാതെ മല്ലപ്പള്ളിയിലായിരുന്നു അതിനെ ആദ്യം ആരംഭം കുറിച്ചത്. അങ്ങനെ ചങ്ങനാശ്ശേരി അതിരൂപത ജന്മം കൊടുത്ത ഒരു സന്യാസ സമൂഹമാണ് ഈ MCBS സന്യാസ സമൂഹം, ദീപികാരുണ്യ സന്യാസ സമൂഹം. അവരിന്ന് വളരെ വളർന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ട്. അവരുടെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയുടെ സന്ദേശം, പരിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ച് ഉള്ള ഒരു ദൈവജനത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ കുർബാനയോടുള്ള അഗാധമായ ആ ബന്ധവും ആരാധനയും എല്ലാം വളർത്തുവാനുള്ള ഒരു പ്രത്യേകമായ കാരിസം, സിദ്ധിയാണ് ഈ സന്യാസ സമൂഹത്തിനുള്ളത്. നമുക്കറിയാം, സഭയുടെ തന്നെ കേന്ദ്രം, സഭയുടെ സഭാജീവിതത്തിൻ്റെ, വിശ്വാസജീവിതത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. ഈശോ തൻ്റെ ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ശാശ്വത സ്മാരകമായി കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കുർബാന. അതാണ് നമ്മൾ ഓരോ ദിവസവും, പ്രത്യേകിച്ച് ഓരോ
ഞായറാഴ്ചയും ആഘോഷമായിട്ട് അർപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ്സാണ് വിശുദ്ധ കുർബാന എന്ന് സഭ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ശക്തി സ്രോതസ്, എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉറവിടവും ഇതിൻ്റെ പാരമ്യവും എല്ലാം വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന ഇല്ലാതെ ഒരു ക്രൈസ്തവ സമൂഹത്തിന് അധികം നാൾ ജീവിക്കാൻ സാധിക്കുകയില്ല. കാരണം അതിൻ്റെ ജീവൻ്റെ സ്രോതസ്, വിശ്വാസ സമൂഹത്തിൻ്റെ ജീവസ്രോതസ് വിശുദ്ധ കുർബാനയാണ്. അങ്ങനെ ആണെങ്കിൽ ആ വിശുദ്ധ കുർബാനയെ ഇല്ലാതെ എത്ര നാൾ ജീവിക്കാൻ സാധിക്കും? അതുകൊണ്ട് അതാണ് ഈ സന്യാസ സമൂഹത്തിൻ്റെ പ്രത്യേകമായ വിളിയുടെ അർത്ഥം. അതുപോലെ മാളിയേക്കൽ ജോർജ് സലീഷ് സന്യാസ സമൂഹമാണ്. നമ്മുടെ സഭയിൽ നിന്ന് ധാരാളം പേര്, പ്രത്യേകിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ തലമുറയിലാണ് കൂടുതലായിട്ടും ധാരാളം നൂറുകണക്കിന് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ, കൗമാരപ്രായക്കാർ, ചെറുപ്പക്കാരൊക്കെ സലേഷ്യൻ സന്യാസ സമൂഹത്തിൽ ചേരുകയും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ വേല നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇന്ന് നമ്മുടെ സഭയിൽ നിന്നുള്ള ദേവിളികൾ ആ തരത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ദൈവവിളിയുടെ സമൃദ്ധി ഇപ്പോൾ ഒത്തിരി കുറയുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെയേറെ ദൈവവിളികൾ പ്രദാനം ചെയ്ത് ദൈവവിളികൾ ഉണ്ടായിട്ടുള്ള ഒരു സഭയാണ് നമ്മുടേത്. അതിൻ്റെ ഫലമായിട്ട് വിവിധ സന്യാസ സമൂഹങ്ങളിലും വിവിധ രാജ്യങ്ങളിൽ പ്രേക്ഷിതരായി മിഷണറിമാരായി ധാരാളം പേര് പോകുവാൻ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലൊക്കെ കുറവ് സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സലേഷ്യൻ സന്യാസ സമൂഹം ഡോൺ ബോസ്കോയുടെ പേരിൽ അറിയപ്പെടുന്ന ഡോൺ ബോസ്കോയുടെ ആ സന്യാസ സമൂഹമാണ് സലേഷ്യൻ സന്യാസ സമൂഹം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ ഈശോയുടെ ചെറുപ്പക്കാരെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രേക്ഷിത വൃത്തിയാണ് ഈ സന്യാസ സമൂഹത്തിൻ്റെത് സിദ്ധി എന്ന് പറയാം. ഡോൺ ബോസ്കോ ചെറുപ്പക്കാരെ ഏറെ ആകർഷിച്ച ഒരു വിശുദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് തന്നെ സഹപാഠികളായ ചെറുപ്പക്കാരെ ഏറെ ആകർഷിച്ചിരുന്നു. പിന്നീട് ചെറുപ്പക്കാരുടെ ഇടയിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ധാരാളം ചെറുപ്പക്കാരെ ഈശോയുടെ അടുക്കിലേക്ക് അറിയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ തികഞ്ഞ പ്രേക്ഷിത ചൈതന്യത്തോടെ ഈശോയോടുള്ള അഗാധമായ സ്നേഹത്തിൽ ചെറുപ്പക്കാരെ ഒരുമിച്ച് കൂട്ടുവാനും സഭയിൽ അവരെ സഭയോട് ചേർത്ത് നിർത്തുവാനൊക്കെ ആ വിശുദ്ധന് സാധിച്ചിട്ടുണ്ട്. ഇന്നും ചെറുപ്പക്കാരെ, യുവജനങ്ങളാണല്ലോ ഒരു സമൂഹത്തിൻ്റെയും സഭയുടെയും ഒക്കെ ശക്തി, അവരുടെ ഭാവിയൊക്കെ ചെറുപ്പക്കാരാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ചെറുപ്പക്കാർ അവരുടെ ആ വിശ്വാസ ജീവിതത്തിൽ തളർച്ച സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും അവരെ പള്ളിയോടോ അല്ലെങ്കിൽ സഭയോടോ ഉദാസങ്ങളോടോ ഒന്നും വലിയ താല്പര്യമില്ലാതെ അകന്നു നിൽക്കുന്നു എന്നൊക്കെയുള്ള ഒരു പരാതി ഇപ്പോൾ പലപ്പോഴും ആവർത്തിച്ച് കേൾക്കാനിടയാകുന്നുണ്ട്. എങ്കിലും നമുക്കറിയാം ധാരാളം നല്ല ചെറുപ്പക്കാർ ഉണ്ട്. വളരെ ഊർജ്ജസ്വതയോടുകൂടെ സഭയോടൊപ്പം നിൽക്കുകയും സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ തയ്യാറാവുകയും ചെയ്യുന്ന നല്ല വിശ്വാസനിഷ്ഠതയുള്ള ചെറുപ്പക്കാരും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ നിന്ന്, നമ്മുടെ സഭയിൽ നിന്നൊക്കെ വിദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന പ്രവാസികളായിരിക്കുന്ന ഇടയിൽ വളരെ തീഷ്ണതയുള്ള, വിശ്വാസതീഷ്ണതയുള്ള ധാരാളം ചെറുപ്പക്കാരെ കണ്ടുകൂട്ടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല, എങ്കിലും അങ്ങനെയുള്ള ചെറുപ്പക്കാരുമുണ്ട്. എവിടെയായാലും ആ സഭാപരമായ നേതൃത്വം കൊടുക്കുവാൻ കരുത്തുള്ള, അതിന് സന്നദ്ധതയുള്ള ധാരാളം നല്ല ചെറുപ്പക്കാർ. അതുകൊണ്ട് ഇന്നും സഭയുടെ ഭാവി ഈ ചെറുപ്പക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്നു. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരെ ഇന്ന് അധികമൊന്നും കണ്ടുമുട്ടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വേദനയുടെ വശം കൂടിയാണ്. അതും നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. ദൈവം കർത്താവ് ലോകത്തിലേക്ക് വന്ന് തൻ്റെ ദൗത്യം തുടർന്ന് നിർവഹിക്കാൻ വേണ്ടി താൻ ആരംഭിക്കുന്ന തൻ്റെ പുതിയ സമൂഹത്തെ, സഭയെ പടുത്തുയർത്താൻ വേണ്ടി സഭയുടെ അടിസ്ഥാന ശിലകളായി ഈശോ തിരഞ്ഞെടുത്തത് ഏതാനും ചെറുപ്പക്കാരെയാണ്.
ഈശോ തന്നെ ചെറുപ്പക്കാരനായിരുന്നു. 30-ാം വയസ്സിൽ തൻ്റെ സജീവമായ പ്രവർത്തനം ആരംഭിച്ചു. 33-ാം വയസ്സിൽ മരിക്കുകയും ചെയ്തു, സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിൽ ഈശോ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ ഈശോയേക്കാൾ പ്രായം കുറഞ്ഞവരായിരുന്നു മിക്കവരും എന്ന് പറയാൻ പറ്റും. ഒരുപക്ഷെ 2 പേര് അല്പം സമപ്രായക്കാരും അല്പം പ്രായം കൂടുതലുള്ളവരും ആയിരിക്കാം. പക്ഷേ ചെറുപ്പക്കാരായ ഏതാനും പേരെയാണ് ഈശോ തിരഞ്ഞെടുത്തത്. നമ്മുടെ നാട്ടിലേക്ക് വന്ന, കേരളത്തിലേക്ക് വന്ന, ഇന്ത്യയിലേക്ക് വന്ന തോമാസ് ലീഹായ്ക്ക് 25 വയസ്സിൽ കൂടുതൽ ഒട്ടുമില്ലായിരുന്നു. ഒരു 23-20 വയസ്സേ ഉണ്ടായിരുന്നു തോമാസ് ലീഹ ഈശോയുടെ ശിഷ്യഗണത്തിൽ ചേർന്നപ്പോൾ. ആ തോമാസ് ലീഹ ആ ചെറുപ്രായത്തിൽ വലിയൊരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഇറങ്ങി തിരിച്ചത്. നമുക്കും പോകാം, അവനോടൊപ്പം മരിക്കാം. ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു ചെറുപ്പക്കാരൻ തോമസ്, അതുപോലെ മറ്റു ചെറുപ്പക്കാരായ ശിഷ്യന്മാർ. ഒരാളുടെ ലോകത്തിന് തന്നെ അവരിലേക്കും പോയത്. അവർക്ക് വേറെ മറ്റു ജീവിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ലോകത്തിൻ്റെതായ ശൈലിയിലൊക്കെ ജീവിച്ച് മറ്റ് തരത്തിലൊക്കെ ജീവിച്ച് മുന്നേറാമായിരുന്നു. പക്ഷേ ഈശോയിലേക്ക് ആകൃഷ്ടരായ ആ ശിഷ്യന്മാർ, ഈശോയിലൂടെ പരിശീലനം ലഭിച്ച ആ ശിഷ്യന്മാർ ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായി സ്വയം സമർപ്പിക്കാൻ തയ്യാറായി. അതിനായി ഈശോ അവരെ നന്നായിട്ട് ഒരുക്കിയിരുന്നു. തീവ്രതയോടുകൂടെ ഈശോയെ അവരെ ഒരുക്കിയിരുന്നു. കൂടെ കൊണ്ടുനടന്ന് അവരെ പരിശീലിപ്പിച്ചു. അവരെ എല്ലാം തികഞ്ഞവരായിരുന്നില്ല. അവരിൽ ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു, പോരായ്മകളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈശോ സഹിഷ്ണുതയോടെ കണ്ട് അവരെ സ്നേഹപൂർവ്വം തിരുത്തി, നല്ല മാതൃക കാണിച്ചു കൊടുത്ത്, നല്ല പ്രബോധനങ്ങൾ കൊടുത്ത് അവരെ രൂപപ്പെടുത്തുകയായിരുന്നു. അവസാനം തൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെ അവരിൽ നിറച്ചു, അവരെ ശക്തിപ്പെടുത്തി. ആ പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവര് പൂർണ്ണമായും ഈശോയ്ക്കായി സമർപ്പിക്കാൻ തയ്യാറായി. മരണത്തെ പോലും അവർ ഭയപ്പെട്ടില്ല. ആരുടെ മുമ്പിലും ഭയക്കാതെ സുവിശേഷം ശക്തമായി പ്രഘോഷിക്കാൻ അവർക്ക് സാധിച്ചു. അത് അധികാരികളുടെ മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിൽ, തങ്ങളുടെ പീഡകരുടെ മുമ്പിൽ ഒക്കെ ധൈര്യപൂർവം സുവിശേഷം പ്രഘോഷിച്ചു. ഈശോയുടെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കരുത് എന്ന്, ഇനി മിണ്ടരുത് എന്ന് പറഞ്ഞ് താക്കീത് ചെയ്ത് അവരെ പ്രഹരിച്ച് വിട്ട യോഹന്നാനും പത്രോസും അവരെ അധികാരികളെ, അന്നത്തെ യെരൂശലേമിലെ മത അധികാരികളും ഒക്കെ പ്രമാണികളെ അവരൊക്കെ ശാസിച്ചു. ഇനി മേലിൽ ഈശോയുടെ നാമത്തിൽ നിങ്ങൾ മിണ്ടിപ്പോകരുത്. അവർ പറഞ്ഞു, അവരുടെ മറുപടി എന്തായിരുന്നു? ദൈവത്തെക്കാൾ കൂടുതലായി ഞങ്ങൾ മനുഷ്യ അധികാരികളെയാണോ അനുസരിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറയുക. നിങ്ങൾ ദൈവത്തെയാണോ മനുഷ്യനെയാണോ അനുസരിക്കേണ്ടത് എന്ന് ധീരമായിട്ട് പറയാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ ഏത് ഭീഷണികളെയും, ഏത് തിക്താനുഭവങ്ങളെയും, മരണത്തെ പോലും ഭയക്കാതെ ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരായിരുന്നു ആ ശിഷ്യന്മാര്. അങ്ങനെയുള്ള 100,000 ചെറുപ്പക്കാരുടെയും പ്രേക്ഷിതരുടെയും ഒക്കെ പ്രവർത്തനപരമായിട്ട് ജീവിതാർപ്പണത്തിലൂടെയാണ് സഭ ലോകത്തിൽ വളർന്ന് വികസിച്ചത്. ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും തന്നെ സഭയുടെ സാന്നിധ്യമുണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ അത് മന്ദീഭവിക്കുന്നുണ്ട്, ജീവിതത്തിൽ തകർച്ചയുണ്ടാകുന്നുണ്ട്. വിശ്വാസം സ്വീകരിച്ചവര് ആ വിശ്വാസം ശരിക്കും ജീവിക്കാതെ തങ്ങളുടേതായ ശൈലിയിലൂടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വിശ്വാസ ജീവിതത്തിൽ തളർച്ച സംഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെയൊക്കെ അവരോടൊപ്പമായിരുന്നുകൊണ്ട് അവരെ നയിക്കാൻ, അവരെ പഠിപ്പിക്കാൻ, അവർക്ക് ഉത്സാഹം പകരുവാൻ ഒക്കെയുള്ള പ്രത്യേകമായൊരു വിളി, അവരെ നയിക്കാനും പഠിപ്പിക്കാനും വിശുദ്ധീകരിക്കാനും ഒക്കെയുള്ള വിളി, അതാണ് പൗരോഹിത്യത്തിലേക്കുള്ള വിളി എന്ന് പറയുന്നത്. അവിടെ 2 കാര്യങ്ങളുണ്ട്. പ്രേക്ഷിത സ്വഭാവം അതിനുണ്ട്. ഇതുവരെയും ഈശോയെ പറ്റി കേട്ടിട്ടില്ലാത്ത കോടിക്കണക്കിന് ആൾക്കാർ ഇന്ന് ലോകത്തിലുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പോലുമുണ്ട്. ഈശോയെ പറ്റി അറിയാത്ത ആൾക്കാർ നമ്മുടെ ഭാരതത്തിൽ ധാരാളമായിട്ടുണ്ട്. അവരുടെ ഇടയിൽ പോയി ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, ഈശോ ആരാണെന്ന് അവരെ അറിയിക്കുവാൻ ഉള്ള ഉത്തരവാദിത്വം അത് സഭയുടെ ഏറ്റവും വലിയ പ്രേക്ഷിത ദൗത്യമാണ്. സഭ മിഷണറിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ഇടയിൽ
ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ, വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയൊരു വിളി നമുക്കെല്ലാവർക്കുമുണ്ട്, എല്ലാ ക്രൈസ്തവർക്കുമുണ്ട്. അതിൽ പ്രത്യേകിച്ച് ആ ഒരു ദൗത്യം പൂർണ്ണമായി ഏറ്റെടുത്ത് അതിനുവേണ്ടി സ്വയം പൂർണ്ണമായി സമർപ്പിക്കാനുള്ള വിളിയാണ് പൗരത്വത്തിലേക്കും സന്യാസിത്വത്തിലേക്കും ഒക്കെയുള്ള വിളി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വിളി അധികം ഉണ്ടാവുകയില്ല. കാരണം അതുപോലെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ എല്ലാവർക്കും കഴിയുകയില്ല. ഈശോ തന്റെ സഭയെ സ്ഥാപിക്കാൻ വേണ്ടി കുറെ പേരെ തിരഞ്ഞെടുത്തപ്പോൾ അടിസ്ഥാനസ്ഥരാകാൻ വേണ്ടി 12 പേരെയെ തിരഞ്ഞെടുത്തുള്ളൂ. വേറെ ഒത്തിരി പേര് ഈശോയുടെ പിന്നാലെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരെയും ഈശോ തിരഞ്ഞെടുത്തില്ല, 12 പേരെ മാത്രം. ഇത് പൂർണ്ണമായി സമർപ്പിക്കുവാൻ അധികം പേർക്ക് സാധിക്കുകയില്ല. പക്ഷേ അങ്ങനെ നിലനിർത്തപ്പെടുന്നവർ പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യണം. അങ്ങനെയുള്ള ഒരു വിളിയാണ് ഇത്. ആ വിളി അപൂർവമായി കിട്ടുന്ന ഒരു ദൈവത്തിൻ്റെ ദാനമാണ്, വരമാണ് ഇത്. അങ്ങനെ അങ്ങനെയുള്ള 2 ദൈവവിളികളാണ് ഇന്ന് ഈ ഇടവയിൽ നിന്ന് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അവരതിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴവും എല്ലാം അത് ഏറ്റെടുക്കുകയാണ്. ഇന്ന് ഔദ്യോഗികമായിട്ട് ഈ സഭാസമൂഹത്തിൽ പരസ്യമായി ആ ദാനം നൽകപ്പെടുന്നു. അവരെ പരസ്യമായി തന്നെ അത് പ്രഘോഷിച്ച് അത് പ്രഖ്യാപിച്ച് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ഈ സമർപ്പണം അവസാനം വരെയും നിലനിർത്തുവാൻ, അത് ഫലമാക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇവരെ നമ്മുടെ മാളിയേക്കൽ ജോർജ്, അദ്ദേഹം SDB സന്യാസ സമൂഹം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക്, കരീബിയൻ സ്ഥലത്താണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല. അവിടെ ആ സ്ഥലം, ആ രാജ്യം കത്തോലിക്ക ധാരാളമുള്ള ഒരു സ്ഥലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുഭൂരിപക്ഷവും കത്തോലിക്കലാണ്. പക്ഷേ അവിടെ ജീവിതത്തിൽ ഒത്തിരിയധികം പാഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. കത്തോലിക്കലാണെങ്കിലും കത്തോലിക്ക വിശ്വാസം ശരിക്ക് ജീവിക്കാത്ത ഒരവസ്ഥ അവിടെയുണ്ട്. പ്രത്യേകിച്ച് കുടുംബജീവിതം, തകർന്ന കുടുംബജീവിതങ്ങൾ. നമ്മളിവിടെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ചുള്ള ഒരു കുടുംബജീവിതത്തിലേക്ക് അവർ ഇനിയും ഏറെ വളരേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ളവരുടെ ഇടയിൽ ആ കത്തോലിക്ക വിശ്വാസികളാണെങ്കിലും ആ വിശ്വാസം ജീവിക്കുവാൻ, അവരെ പരിശീലിപ്പിക്കുവാനുള്ള, അവരെ വിശ്വാസം ഉറപ്പിച്ചു നിർത്തുവാനുള്ള വലിയൊരു ദൗത്യമാണ് ഈ സമാജത്തിന് ഏറ്റെടുക്കാൻ പോകുന്നത്. നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കാരണം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം മാത്രം ക്രൈസ്തവരായിട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പൂർണ്ണ ക്രൈസ്തവരാണ്, പൂർണ്ണ കത്തോലിക്കരാകണം. എങ്കിലേ അത് ഫലം ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രേക്ഷിത ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അനന്തോട്ട് ഐസക് സംസ്ഥാന ചങ്ങനാശ്ശേരി എമ്മാവൂസ് പ്രോവിൻസിലെ അംഗമാണ്. നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് ആണ് അവരുടെ പ്രവർത്തന മേഖല. ഒത്തിരിയധികം നമ്മുടെ സഭയിൽ വളരെ നല്ല ഒരു ശുശ്രൂഷ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്യാസ സമൂഹമാണ് ഈ MCBS സന്യാസ സമൂഹം. അവർക്കും വിവിധ പ്രേക്ഷിത മേഖലകളുണ്ട്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ആയിട്ട് പ്രേക്ഷിത മേഖലകളുണ്ട്. നമുക്ക് ഇവരെ ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നല്ല ഊർജ്ജസ്വലരായിട്ടുള്ള ചെറുപ്പക്കാർ ഈ പ്രേക്ഷിത മേഖലയിലേക്ക് കടന്നു വരുവാൻ, പൗരോഹിത്യവും സന്യാസവും ഒക്കെ സ്വീകരിച്ച് ദൈവത്തിൽ ദാനം തിരിച്ചറിഞ്ഞ് അത് സ്വീകരിക്കുവാൻ സന്നദ്ധതയുള്ള ധാരാളം ചെറുപ്പക്കാർ, ധാരാളം നെയ്വിളികൾ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പെൺകുട്ടികളുടെ നെയ്വിളി വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സിസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സേവനം, അതിൻ്റെ വില നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. അത്രമാത്രം സേവനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് വിവിധ സ്ഥാപനങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ആരും നോക്കാനില്ലാത്തവരെ, പാവപ്പെട്ടവരെ, ദരിദ്രരെ, ഭിന്നശേഷിക്കാരെ, അനാഥരെ ഒക്കെ നോക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ, വലിയൊരു ക്രിസ്തീയ സാക്ഷ്യമാണത്. അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ ഈ സിസ്റ്റേഴ്സിൻ്റെ സേവനം, നേതൃത്വം എത്രയോ മഹത്തരമാണ്. പക്ഷേ ഇനി നമ്മളിപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ അതൊക്കെ തുടർന്നുകൊണ്ട് പോകാനുള്ള സിസ്റ്റേഴ്സിനെ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മളിന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് പെൺകുട്ടികളുടെ
ദൈവവിളിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇത് മാതാപിതാക്കളുടെ വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. ദൈവമാണ് മാതാപിതാക്കൾക്ക് മക്കളെ നൽകുന്നത്. ദൈവം നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ദൈവം ആ മക്കളിൽ ചിലരെ പൂർണ്ണമായി തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് ആവശ്യപ്പെടുമ്പോൾ വിട്ടുകൊടുക്കുവാൻ, അതിനുവേണ്ടി അവരെ തയ്യാറാക്കുവാൻ ഉള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. അവര് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കളുടെ ഈ ആഗ്രഹവും അവരുടെ ത്യാഗപൂർണമായ പ്രാർത്ഥനയും ഇവിടെയും പ്രായശ്ചിത്തത്തിന്റെയൊക്കെ ഫലമായിട്ടാണ് ധാരാളം ദൈവവിളികൾ ഉണ്ടായിട്ടുള്ളത്. ഇനി അതുപോലെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ടോ? എനിക്ക് സംശയമുണ്ട്. പ്രാർത്ഥിക്കുന്നവരുണ്ടാകും. പക്ഷേ ഇന്ന് ഒന്നോ രണ്ടോ മക്കൾ കാണും, അവരെ ഈ വൈദികനാകാനോ വിദേശയാകാനോ വിടാൻ പലർക്കും താല്പര്യമില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കുകയുമില്ല. പക്ഷേ കൂടുതൽ മക്കളുള്ള പണ്ടങ്ങനെ ആയിരുന്നില്ല. കൂടുതൽ മക്കൾ ഉണ്ടാകും. അവരുടെ ദൈവവിളി ചെയ്യിക്കുന്നവർ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചു, അവിടെ പ്രാർത്ഥിച്ചു, ആചിത്വം ചെയ്തു. അങ്ങനെയൊക്കെയാണ് ദൈവവിളികൾ ഉണ്ടായത്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കുടുംബജീവിതത്തിലേക്കുമുള്ള വിളിയുടെ അർത്ഥം, അതിൻ്റെ ലക്ഷ്യം ഇതും കൂടിയാണ് എന്നുള്ള കാര്യം കുടുംബജീവിതക്കാർ മറന്നു പോകരുത്. നിങ്ങളെ കുടുംബം സ്ഥാപിച്ച ദൈവമാണ്. ആ ദൈവം നിങ്ങൾക്ക് മക്കളെ തരുന്നു. ആ മക്കളെ ദൈവത്തിനും ആവശ്യമാണ്. ദൈവത്തിൻ്റെ മക്കളാണ് അവർ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാൻ, ആ മക്കളെ ഒരുക്കാനും ഈ മാതാപിതാക്കൾക്ക് ചുമതലയുണ്ട് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ഈ തിരുക്കർമ്മം നിങ്ങൾ ശ്രദ്ധിച്ച് എത്രയോ മനോഹരമായ പ്രാർത്ഥനകളും ഗീതങ്ങളും ഒക്കെയാണ് അവിടെ ഉള്ളത്. ഈ പുരോഹിതരാൻ പോകുന്ന അവരെ ദൈവജനത്തെ നയിക്കാനും പഠിപ്പിക്കാനും വിശുദ്ധീകരിക്കാനുമുള്ള നിയോഗമാണ് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അത് വിശുദ്ധമായ കർമ്മങ്ങൾ ചെയ്യേണ്ടവരാണ്, ദൈവത്തിന്റെ പ്രവർത്തനം ചെയ്യേണ്ടവരാണ്, പാപങ്ങൾ മോചിക്കേണ്ടവരാണ്, മറ്റുള്ളവരുടെ ഈശോയുടെ നാമത്തിൽ പാപമോചനം നൽകേണ്ടവരാണ്, മാംസം നൽകേണ്ടവരാണ്, വിവാഹം ആസ്വദിക്കേണ്ടവരാണ്. ഇതെല്ലാം വിശുദ്ധമായ ദൈവിക പ്രവൃത്തികളാണ്, ദൈവത്തിന്റെ പ്രവൃത്തികളാണ് ഇതെല്ലാം. അങ്ങനെ വിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഇവർ വിശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിലും കർമ്മങ്ങളിലുമൊക്കെ ഉടനീളം കാണുന്നത് ഇവരെ വിശുദ്ധീകരിക്കണമേ. എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. വിശുദ്ധ കാര്യങ്ങൾ ചെയ്യുവാൻ ഇവരെ വിശുദ്ധീകരിക്കപ്പെടണം. മലിനമായ ഹൃദയത്തോടെയും മനസ്സോടെയും കരങ്ങളോടും കൂടിയല്ല ആ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടിയിരിക്കുന്നത്, വിശുദ്ധമായ കരങ്ങളോടുകൂടിയാണ്. അതുകൊണ്ട് വിശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഈ കർമ്മം, ഈ തിരപ്പെട്ട ദാന കർമ്മം എന്ന് പറയുന്നത്. ഇവരെ അവസാനം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ വരദാനങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക, സഭ തീവ്രമായി പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിനാൽ ഇവരെ നിറയ്ക്കണമേ. കാരണം ആത്മാവിനാൽ നയിക്കപ്പെടാതെ ഒരു പുരോഗതി ശുശ്രൂഷയും ശരിക്കും നിർവഹിക്കാൻ സാധിക്കുകയില്ല. പെന്തക്കോസ്ത് തിരുനാളിൽ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ കർത്താവ് അയച്ചു. ആ ആത്മാവിനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ശക്തി ഉണ്ടായത്, അവർക്ക് ഈശോ പഠിപ്പിച്ച കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലായത്. തങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം അവർക്കുണ്ടാകുന്നത് ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ്. അതുവരെ അവന് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അന്ധകാലത്തിൽ തപ്പിത്തറയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് വ്യക്തത ഉണ്ടാകണമെങ്കിൽ, തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി വ്യക്തത ഉണ്ടാകണമെങ്കിൽ ഇവർ പരിശുദ്ധാത്മാവിനാൽ നിറയണം. അതിനുള്ള പ്രാർത്ഥനകളും ഗീതങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതിനോട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ആ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. ആത്മാവ് നിറഞ്ഞ ഭജനകൊണ്ട് മാത്രമായി ആത്മാവിനെ കേൾക്കുവാൻ തയ്യാറാകണം. ആത്മാവിന്റെ മന്ത്രണങ്ങൾ ശ്രവിക്കാൻ അവർ തയ്യാറാകണം. പ്രാർത്ഥനയിലൂടെയാണ് അതൊക്കെ സാധിക്കുക. തീവ്രമായ അഗാധമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, ഈശോയോടുള്ള അഗാധമായ നല്ല ബന്ധത്തിലൂടെ ആത്മാവിന്റെ സാന്നിധ്യം എന്നും നിലനിൽക്കുവാൻ ഇവർ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ വിളി അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാൻ കർത്താവിനെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ.